ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നിഫ്റ്റി ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണ്. നമ്മൾ ഗ്യാപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് തന്നെ വേണേൽ പറയാം. നമ്മളെന്തായാലും ഒരു സി ഇ പൊസിഷൻ തന്നെ ആയിരിക്കും. ഞാൻ 2 ട്രെൻഡ് ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു സി ഇ പൊസിഷനിൽ എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഡൗൺ സൈഡിൽ നമുക്ക് താഴെ നല്ലൊരു പൊസിഷനിൽ കിട്ടുകയാണെങ്കിലും നമുക്കൊരു സി ഇ പൊസിഷൻ തന്നെ എൻ്റർ ചെയ്യാം. അതുപോലെ ഇന്ന് സി തന്നെയാണ് നോക്കുന്നത്. കാരണം ഒരു നല്ല അപ്പ് മൂവിനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല പോയിൻറ്റ്സ് ഇന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും വലിയ താമസമില്ല, പെട്ടെന്ന് തന്നെ നമുക്കൊരു എല്ലാ ബാങ്ക്സും എല്ലാം പോസിറ്റീവാണ്. ഗ്ലോബൽ മൊമെൻറ്റവും പോസിറ്റീവാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അപ്പ് മൂവ് കിട്ടേണ്ടതാണ്, അതിൻ്റെ ഒരു പ്രതീക്ഷ. ഈ ക്യാൻഡിൽ നോക്കാം. ഈ ക്യാൻഡിൽ ആക്ച്വലി 200 EMIയിലാണ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഒരു സി പൊസിഷനിൽ എൻട്രി ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനതെല്ലാം സി പൊസിഷനിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സി പൊസിഷൻ എന്തായാലും നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി. അത് പക്ഷേ ഒരു ഇൻഡിക്കേഷൻ ക്യാൻഡിലാണ്. പക്ഷേ സെക്കൻഡ് ക്യാൻഡിൽ അത്യാവശ്യം നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ, നല്ല മൊമെൻ്റ് ഉള്ളൊരു ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും സി പൊസിഷന് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. നല്ല അത്യാവശ്യം ഒരു അപ്പ് മൂവ് നമുക്ക് കിട്ടും. ഒരു 1000 റുപ്പീസൊക്കെ പ്രോഫിറ്റ് കാണിച്ചു. വീണ്ടും അത് മൈനസിലോട്ട് പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ പൊസിഷൻ ഇപ്പം ലോസിലാണ് പോയിക്കൊണ്ട് 2000 റുപ്പീസ് ലോസിലാണ്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് CPR ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. പക്ഷെ ഇത്രയും സമയം നമ്മൾ ഹോൾഡ് ചെയ്തിട്ടും നല്ലൊരു മൊമെൻറ്റം കിട്ടുന്നില്ല. എല്ലാം ഇത് സെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണെന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാം ഡൗൺവേർഡ് ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ടാകുന്ന ക്യാൻഡിൽസൊക്കെ. നമുക്കാണത് ഭയങ്കര ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തോട്ടെ. ഞാൻ ഒരു ക്ലോസ് ടു 8000 റുപ്പീസ്. കാരണം CPR ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഒരു ത്രഷോൾഡ് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് നല്ലൊരു അപ്പ് മൂവ് കിട്ടേണ്ടതാണ്. നമ്മൾ ആ പൊസിഷൻ എന്തായാലും എക്സിറ്റ് ചെയ്തു. ക്ലോസ് ടു 8000 റുപ്പീസ് നമ്മളിന്ന് ഫസ്റ്റ് ട്രേഡ് നമ്മൾ ലോസ്. പക്ഷേ അങ്ങനെ ലോസ് വരേണ്ടതല്ല നമുക്കത്. കാരണം സീഡ് പ്രീമിയം അങ്ങോട്ട് കയറിയില്ല, നന്നായിട്ട് മെൽറ്റ് ആവുകയും ചെയ്തു. പക്ഷെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നന്നായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് നിഫ്റ്റിയിലത് കാണാനില്ല. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സി പൊസിഷൻ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അത് പ്രോഫിറ്റിൽ പോകുന്നുണ്ട്. 2000 റുപ്പീസ് 3000 റുപ്പീസൊക്കെ പ്രോഫിറ്റ് എത്തി. അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. നോക്കാം. ഇതൊന്ന് ഹോൾഡ് ചെയ്യാം. ഇത് ഹോൾഡ് ചെയ്ത് നമ്മുടെ ഈ ലോസ് കവർ ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. കാരണം നമ്മുടെ ഒരു നോർമൽ ലോസിൻ്റെ ഒരു ഡേ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണല്ലോ. നമുക്കൊരു 10,000 റുപ്പീസാണ് ലോസ്. കാരണം നമ്മളൊരു മാക്സിമം 2 days പ്രോഫിറ്റ് എന്ന് വേണേൽ വയ്ക്കാം. മാക്സിമം ലോസ് അതിന് മുകളിൽ നമുക്ക് പോയാൽ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ടാണ്. നമ്മുടെ ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് ആ ഒരു 10,000 നമുക്ക് ലിമിറ്റ്. നമ്മൾ വലിയൊരു അധികം പൈസ നമ്മളത്തിന് ഇല്ല ലോസ് എടുക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ട്രേഡ് 2,000-3,000 റുപ്പീസ് പ്രോഫിറ്റ് കാണിച്ച ട്രേഡ് പിന്നെ അത് ലോസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പേടിയെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിലൊരു ഡൗൺ മൂവ് ഒരെണ്ണം പെൻഡിങ് ഉണ്ട്. കാരണം വെച്ചാൽ സെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ SL കിട്ടിയാലാണ്
ഇതിന് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡൗൺ മൂവ് വരും. പക്ഷേ ഡൗൺ മൂവിൻ്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ ഹിറ്റാവും. നമ്മുടെ എസ് എൽ ഹിറ്റായിട്ട് അത് മുകളിലോട്ട് പോവുകയും ചെയ്യും. കാരണം നമ്മളെല്ലാ ട്രേഡും വളരെ ചെറിയ എസ് എൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വലിയ എസ് എൽ വെച്ചല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ എസ് എൽ ആയതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ എസ് എൽ ഹിറ്റാവും. എസ് എൽ ഹിറ്റായിട്ട് അത് മുകളിലോട്ട് പോകും. അങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കാരണങ്ങൾ. ഒന്ന്, നമ്മൾ എൻട്രി ചെയ്യുന്ന പൊസിഷൻ കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഒരു കാരണം. അത് ഹയർ പ്രൈസിൽ എൻട്രി ചെയ്യുന്നുള്ള ഒരു കാരണം. അത് സംഭവിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്ന എസ് എൽ പോരാ എന്നുള്ളതാണ്. എസ് എൽ തീരെ ചെറിയ എസ് എല്ലാണ് നമ്മൾ വയ്ക്കുക എന്നുള്ളതാണ് വേറൊരു കാരണം. പക്ഷേ നമ്മളങ്ങനെ വലിയ എസ് എൽ വെച്ച് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വലിയ എസ് എൽ വെച്ച് വർക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ ഭയങ്കര വലിയ പോയിന്റ് ക്യാപ്ചർ ചെയ്യണില്ലല്ലോ. അങ്ങനെ വലിയ പോയിന്റ് നമ്മളൊരു 100 പോയിൻ്റൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 50 പോയിൻറ്റ് അല്ലെങ്കിൽ ഈവൻ 75 പോയിൻറ്റ്സ് എസ് എൽ വെച്ചാൽ പോലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ 10-20 പോയിൻ്റാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 10-20 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ 10-20 പോയിൻറ്റ് എസ് എൽ തന്നെ വയ്ക്കാൻ പറ്റും. അതിന് മുകളിൽ എസ് എൽ വയ്ക്കാൻ പറ്റില്ല. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോനെ അത് ബാധിക്കും. ഇത് ഭയങ്കരമായിട്ട് ലോസിലോട്ട് ഈ ട്രേഡും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പ്രതീക്ഷ പോലെ ഇതും വർക്കായില്ല. ഈ ട്രേഡ് 9,000 10,000 വരെയൊക്കെ ലോസ് കാണിച്ചു. ഞാൻ വിചാരിച്ചത് നമുക്ക് എന്തായാലും അപ്പൂവ് കിട്ടേണ്ടതാണ്. അത് നമ്മുടെ എസ് എൽ ചെറുതാണെന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ അതിന് മുകളിൽ വെച്ച് വർക്ക് ചെയ്താൽ ശരിയാവില്ല. നമ്മൾ അങ്ങനെ വലിയ എസ് എൽ വെച്ച് വർക്ക് ചെയ്താൽ ശരിയാവില്ല. കാരണം ഈ എസ് എൽ ആണ് നമ്മുടെ എസ് എല്ലിനെ മാനിക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡർ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ എസ് എൽ മാനിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. അപ്പം നിർബന്ധമായിട്ട് നമുക്ക് എസ് എല്ലിനെ കുറിച്ച് കണക്കൂട്ടൽ വേണം. ആ എസ് എൽ വന്നു കഴിഞ്ഞാൽ ആ എസ് എൽ കൊടുത്ത് നമ്മൾ എക്സിറ്റ് ആവുകയും വേണം. എന്തായാലും നമ്മൾ വലിയൊരു ലോസിൽ തന്നെ നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്തു. 17,000 റുപ്പീസായിട്ട് നമ്മൾ ലോസ്. നമ്മുടെ 2 ദിവസത്തെ ലോസ് നമ്മളിപ്പോൾ എടുത്തു. കണ്ടോ, നമ്മൾ പ്രതീക്ഷ പോലെ നിഫ്റ്റി പോയ പോക്ക് കണ്ടോ. നമ്മൾ ആ ട്രേഡ് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ ആ നിഫ്റ്റിയിൽ അപ്പോൾ നമ്മൾ പ്രതീക്ഷ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. നമ്മുടെ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി. ഇത് ബാങ്ക് നിഫ്റ്റിയും മുകളിൽ പോയി. നമുക്ക് നോക്കാം. നമ്മൾ നിഫ്റ്റിയിലൊരു ഒരു അപ്വേർഡ് ട്രേഡ് എടുത്തിട്ടുണ്ട്, അവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡേ എന്തായാലും നമ്മൾ 2-3 സ്കാൽപ്പിംഗ് ട്രേഡ് എടുത്തു. നമ്മൾ ഡേ എന്തായാലും നമ്മുടെ ലിമിറ്റിനകത്ത് തന്നെ നമ്മൾ ക്ലോസ് ചെയ്തു. ഈ അപ്പ് മൂവ് നമ്മൾ കറക്റ്റായിട്ട് നിഫ്റ്റിയിൽ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് പറ്റി. അപ്പം 9,000 റുപ്പീസ് ലോസിൽ നമുക്ക് നമ്മുടെ ഡേ നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മൾ 10,000 നമ്മൾ ലോസ് പോലെ നമ്മൾ 17,000 റുപ്പീസ് വരെ ലോസ് എത്തിയായിരുന്നു. അത് നമ്മൾ 9,000 റുപ്പീസായിട്ട് നമ്മൾ കുറച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നിനി മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം എനിക്കൊരു ചെറിയൊരു ഫംഗ്ഷന് പോകണം. അതുകൊണ്ട് താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.